ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, കറണ്ട് മന്തിൻ്റെ ഫ്യൂച്ചറിനെ ഫ്യൂച്ചറും ഉണ്ട്, ഫാർ മന്ത് ഫ്യൂച്ചറും ഉണ്ട്. ഞാൻ ഫാർ മന്ത് ഫ്യൂച്ചറിന് എന്ത് ചെയ്യുന്നു, ഞാനിവിടെ ഹയ്യസ്റ്റ് പ്രീമിയത്തിന് എന്ത് ചെയ്യണം, മുകളിൽ നിന്നും താഴ്പോട്ടേക്ക് വരുന്ന നമ്മൾ സെല്ല് കൊടുക്കണം. അതേമാതിരി ലോവസ്റ്റ് ഫ്യൂച്ചർ നിൽക്കുന്ന കറണ്ട് മന്ത് ഫ്യൂച്ചർ നിൽക്കുന്ന എന്ത് ചെയ്യണം, നമ്മൾ ബൈയും ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള നോക്കൂ 25,000 റുപ്പീസ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് ഇതിവിടെ വൺസ് അഗെയിൻ വൺ മോർ ഇവിടെ പോയിട്ട് ഫ്യൂച്ചേഴ്സിൽ പോയിട്ട് ഫാർ മന്ത് ഫ്യൂച്ചറിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. കറണ്ട് മന്ത് ഫ്യൂച്ചർ നമ്മൾ ബൈയും ചെയ്താൽ നമ്മൾക്ക് റിക്വയർഡ് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് എത്രയാണ്, 15,743. 15,743 എന്ന് പറഞ്ഞാൽ 743 എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 65 നോക്കിയാൽ 242 പോയിൻറ്റ്സ്. ഞാൻ പറഞ്ഞില്ലേ 240 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ആ 240യും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതിൽ നിന്ന് നമുക്കൊരു 100 പോയിൻറ്റ്സ് വിട്ടിട്ട് ഒരു 140 നോക്കൂ, 140 പോട്ടെ, ഓക്കെ 125 പോയിൻറ്റ്സ് ഓൺ ആൻ ആവറേജ് ഏറ്റവും കുറഞ്ഞത് 125 പോയിൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഇൻറ്റു 65 ആണെങ്കിൽ നമുക്ക് അറൗണ്ട് 8,000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റിന് സാധ്യതയുണ്ട്. ഔട്ട് ഓഫ് 15,000 നമുക്കതിൻ്റെ ഏറ്റവും പകുതി എടുത്താൽ പോലും ഏതാണ്ട് 20% നമ്മുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ, ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എത്രയാണ് ഇവിടെ, ഇത് രണ്ടും, അതായത് ജൂലൈ മന്ത് ഫ്യൂച്ചറിനെ സെല്ലും ചെയ്ത് ഇപ്പോഴത്തെ കറണ്ട് മന്ത് മെയ് മന്ത് ഫ്യൂച്ചറിനെ ബൈയും ചെയ്യാൻ നമുക്ക് രണ്ടിനും കൂടി ചേർത്ത് റിക്വയർഡ് ക്യാപിറ്റൽ എത്രയാണ്, വെറും 38,000 റുപ്പീസേ ഉള്ളൂ. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.